ഹലോ ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽഡയാണ്. നമ്മളുടെ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ബിസിനസിന്റെ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുക മാത്രമല്ല കേട്ടോ, ബിസിനസ് തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ലൈസൻസും രജിസ്ട്രേഷൻസും നമ്മൾ ചെയ്ത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകൾക്ക് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മെഷീൻസോ അങ്ങനെ ഒന്നും തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. മറ്റാരുടെയും സപ്പോർട്ടൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാ ലൈസൻസും എല്ലാ രജിസ്ട്രേഷൻസും നമുക്ക് നമ്മുടെ വീടിന്റെ അഡ്രസ്സിൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. അപ്പൊ എന്താണ് ബിസിനസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്ലീനിങ് പ്രോഡക്ട്സിന്റെ ബിസിനസ് ഡീറ്റെയിൽസ് ആണ്. ക്ലീനിങ് ലിക്വിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലേ, നമ്മളുടെ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലിക്വിഡ്, ഇപ്പൊ ഡ്രസ് ഐറ്റംസ് ഒക്കെ വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡ്, അതുപോലെ തന്നെ ഫ്ലോർ ക്ലീനർ, അങ്ങനെയുള്ള ഒരുപാട് ക്ലീനിങ് ലിക്വിഡുകൾ നിർമ്മിച്ച് മാർക്കറ്റിൽ എത്തിക്കുന്ന ബിസിനസ് ആണ്. അപ്പം ഈ ക്ലീനിങ് ലിക്വിഡ്സ് ഒക്കെ നമുക്ക് ഫോർമുല ഉപയോഗിച്ചിട്ട് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. സിമ്പിൾ ആയിട്ട് നമുക്ക് കിറ്റ് വെച്ചിട്ടും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ബിസിനസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ചില ലൈസൻസ് രജിസ്ട്രേഷൻസ് ഒക്കെ എടുത്ത് വീടിന്റെ അഡ്രസ്സിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് എന്നതിനനുസരിച്ച് ലൈസൻസ് രജിസ്ട്രേഷൻസ് ഒക്കെ വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാണ രീതി ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മുടെ ട്രെയിനിങ്ങിൽ എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത് എന്നുള്ള പ്രാക്ടിക്കൽ സെക്ഷനൊക്കെ നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ്. ശരിയായ രീതിയിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇരട്ടി ലാഭം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ബിസിനസ് ആണ്. ഇപ്പൊ നമുക്കൊരു 100 രൂപയാണ് നിർമ്മാണ ചെലവായതെങ്കിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പ്രൈസ് 200 രൂപയാണ്. അപ്പൊ നമുക്ക് അവിടെ 100 രൂപയോളം പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അതായത് നിർമ്മാണ ചെലവിന്റെ ഇരട്ടി നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഇപ്പൊ വിജയിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാതെ വലിയ മെഷീൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നേക്കാളും സിമ്പിൾ ആയിട്ട് അല്പം നിർമ്മിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ മാർക്കറ്റിൽ ഇറക്കി നോക്കുക. എന്നിട്ട് നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ലെവലിലാക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഐറ്റംസ് നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് തന്നെയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലെ. നിർമ്മാണ രീതിയൊക്കെ വളരെ എളുപ്പമാണ്. ഇന്ന് പല ആളുകളും ഈ ഒരു ബിസിനസ്സിലോട്ട് കടന്നു വരുമ്പോൾ ഇന്ന് പരാജയപ്പെടാനുള്ള ഒരു കാരണം ഇതിന്റെ മാർക്കറ്റിംഗ് അവർക്ക് ശരിയായ രീതിയിൽ അറിയാത്തത് തന്നെയാണ്. അപ്പൊ മാർക്കറ്റിംഗിന്റെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെക്ഷൻസ് നമ്മളുടെ റെക്കോർഡ് ക്ലാസ് നമ്മളുടെ ട്രെയിനിങ്ങിനകത്ത് അവൈലബിൾ ആണ്. ഓഫ്ലൈൻ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ആമസോൺ, മീഷോയിലൊക്കെ നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ള ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നല്ല രീതിയിൽ ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ച് ശരിയായ രീതിയിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്ത് ശരിയായ രീതിയിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിന്റെ നിർമ്മാണ രീതി വളരെ സിമ്പിൾ ആണെന്ന് ഓർത്ത് ആരും ബിസിനസ്സിലോട്ട് കടന്നു വരാതിരിക്കുക. ഇപ്പൊ ഇതിന് ഹൈ കോമ്പറ്റീഷൻ ഉണ്ട്. വലിയ വലിയ ബ്രാൻഡുകളൊക്കെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ശരിയായ രീതിയിൽ പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്ത് ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ട്രെയിനിങ്ങിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രെയിനിങ് എടുക്കുന്ന മെമ്പേഴ്സ് ഹോൾസെയിൽ ആയിട്ടാണ് പ്രോഡക്റ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നൽകുന്നുണ്ട്. അപ്പൊ അത് അവരെ ഒരു പരിധി വരെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു ക്ലീനിങ് ലിക്വിഡ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യുക. തീർച്ചയായിട്ടും എന്തൊക്കെയാണ് നമ്മളുടെ സിലബസിനകത്ത് ഉള്ളത്, എന്തൊക്കെ സപ്പോർട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വായിച്ചു നോക്കി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും.